നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളാനും കൊള്ളാനുമാകാതെ കോൺഗ്രസ്. ലൈംഗിക ചൂഷണ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കോൺഗ്രസ് നടപടികളിൽ തീരുമാനം നീളുകയാണ്. MLA സ്ഥാനത്തു നിന്നുള്ള രാജിക്ക് പകരം സസ്പെൻഷനാണ് ഇപ്പോൾ സജീവമായി പാർട്ടി പരിഗണിക്കുന്നത്. വിഷയത്തിൽ ഒരു തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നെങ്കിലും പാലക്കാട് അടിക്കടി ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് പാർട്ടിക്ക്. ഇതോടെ MLA സ്ഥാനത്ത് നിന്നുള്ള രാജിക്ക് ശക്തമായ സമ്മർദ്ദം ഉയർത്തിയ നേതാക്കൾ പോലും അയഞ്ഞു. രാഹുലിനെ സസ്പെൻഡ് ചെയ്ത് വിവാദങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയെ വയ്ക്കാനാണ് നീക്കം. ലൈംഗിക ചൂഷണ ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കാനുള്ള സാധ്യത ഇതോടെ മങ്ങിയിരിക്കുകയാണ്. രാജിക്ക് പകരം സസ്പെൻഡ് ചെയ്യുക എന്ന കാര്യത്തിനാണ് സംസ്ഥാന കോൺഗ്രസിൽ മുൻതൂക്കം നൽകിയിരിക്കുന്നത്. നേതാക്കളുടെ ചർച്ചയിലാണ് രാജി എന്ന കടുത്ത നിലപാട് സസ്പെൻഷനിലേക്ക് മാറുകയാണ്. രാജിവെച്ചാൽ പാലക്കാട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നുള്ളത് തന്നെയാണ് പാർട്ടി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. 2 ഉപതെരഞ്ഞെടുപ്പുകൾ അടുപ്പിച്ച് പാലക്കാട് അടിച്ചേൽപ്പിച്ചു എന്നുള്ള വിമർശനം പാർട്ടിക്ക് തിരിച്ചടിയാകും. രാഹുലിനെ സസ്പെൻഡ് ചെയ്യും. ഒപ്പം രാഹുലിന്റെ വാദം കേൾക്കാൻ പാർട്ടി ഒരു അന്വേഷണം വയ്ക്കാനും സാധ്യതയുണ്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള രാജിക്കൊപ്പം രാഹുലിന്റെ സസ്പെൻഷൻ കൂടിയാകുമ്പോൾ രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണങ്ങളെ നേരിടാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് നേതാക്കൾ പരസ്യമായി ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നുണ്ട്. രാജിയില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. പ്രതിസന്ധി കടന്ന് തിളങ്ങുന്ന പ്രതിച്ഛായയുമായി പാർട്ടി തിരികെ വരാൻ രാഹുലിന്റെ രാജി അനിവാര്യമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. കൂടിയാലോചനകളിൽ പ്രധാന നേതാക്കളും രാജി കൊണ്ട് രക്ഷയുള്ളൂ എന്ന നിലപാട് നേതൃത്വത്തെ അറിയിച്ചു. ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം നേതാക്കളുമായി സണ്ണി ജോസഫ് കൂടിയാലോചന തുടരുകയാണ്. ഇനിയും വെളിപ്പെടുത്തലുകൾ വന്നാൽ പാർട്ടിക്ക് കൂടുതൽ ക്ഷതമുണ്ടാകുമെന്നതിനാൽ രാജി ആവശ്യപ്പെടണമെന്ന് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC നേതാവ് ദീപാദാസ് മുൻഷിയെയും സണ്ണി ജോസഫിനെയും അറിയിച്ചു. എത്രയും വേഗം രാജിവെച്ചാൽ അത്രയും പാർട്ടിക്ക് നല്ലതെന്ന അഭിപ്രായം മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഹൈക്കമാൻഡിനെ അടക്കം അറിയിച്ചു. രാഹുൽ ഇനി ഒപ്പം വേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് പക്ഷേ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചില്ല. വിഴുപ്പ് ചുമക്കേണ്ട ആവശ്യം പാർട്ടിക്കില്ലെന്ന് പറഞ്ഞ ജോസഫ് വാഴയ്ക്കൻ രാഹുലിനെതിരെ തുറന്നടിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ട് കൂട്ടത്തോടെ നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു. രാജിയില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം നേതാക്കളുമായി കൂടിയാലോചന തുടരുകയാണ്. പാർട്ടിയുടെ ഏക വനിതാ MLA ആയ ഉമാ തോമസും മറ്റ് വനിതാ നേതാക്കളും രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി. പൊതുരംഗത്ത് നിന്നടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണമെന്ന് ഷനിമോൾ ഉസ്മാനും രാജി വേണമെന്ന് ബിന്ദു കൃഷ്ണയും ആവശ്യപ്പെട്ടു. പ്രതിസന്ധി കടന്ന് തിളങ്ങുന്ന പ്രതിച്ഛായയുമായി പാർട്ടി തിരികെ വരാൻ രാഹുലിന്റെ രാജി അനിവാര്യമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. കൂടിയാലോചനകളിൽ പ്രധാന നേതാക്കളും രാജി കൊണ്ട് രക്ഷയുള്ളൂവെന്ന് നിലപാട് നേതൃത്വത്തെ അറിയിച്ചു. ഇനിയും വെളിപ്പെടുത്തലുകൾ വന്നാൽ പാർട്ടിക്ക് കൂടുതൽ ക്ഷതമുണ്ടാകുമെന്നതിനാൽ രാജി ആവശ്യപ്പെടണമെന്ന് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC നേതാവ് ദീപാദാസ് മുൻഷിയെയും സണ്ണി ജോസഫിനെയും അറിയിച്ചു. എത്രയും വേഗം രാജിവെച്ചാൽ അത്രയും പാർട്ടിക്ക് നല്ലതെന്ന അഭിപ്രായം മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഹൈക്കമാൻഡിനെ അടക്കം അറിയിച്ചു. രാഹുലിനെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസ് നേതാവ് ഷമ മുഹമ്മദ്. ആരോപണം ഉയർന്നതിനു പിന്നാലെ ഒരു നടപടിയെടുത്തു. കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പല പെൺകുട്ടികൾക്കും പരസ്യമായി പരാതി പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. BJPക്ക് വിഷയത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാൻ ഒരു അർഹതയുമില്ലെന്നാണ് ഷമ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടു. പക്ഷേ രാജി സൂചന നൽകിയിട്ടില്ല. അടിസ്ഥാനപരമായ ഒരു പാർട്ടി പ്രവർത്തകനാണെന്നും കോൺഗ്രസ് പ്രവർത്തകർക്ക് താൻ കാരണം തലകുനിക്കേണ്ടി വരില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരുന്നു. തനിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയ അവന്തിക എന്ന ട്രാൻസ് വുമണുമായി ഒരു മാധ്യമ പ്രവർത്തകൻ നടത്തിയ സംഭാഷണവും രാഹുൽ പുറത്തുവിട്ടു. രാഹുലിനെതിരെ ആരോപണം ഉണ്ടോ എന്നാണ് മാധ്യമ പ്രവർത്തകൻ അവന്തികയോട് ചോദിച്ചത്. രാഹുലിനെതിരെ ഒരു ആരോപണം ഇല്ലെന്നാണ് അവന്തിക മറുപടിയായി പറയുന്നത്. ഓഗസ്റ്റ് 1-നാണ് ഈ ഫോൺ കോൾ ഉണ്ടായത്. ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് രാഹുൽ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു. രാജി ആവശ്യമുയരുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അടിസ്ഥാനപരമായ ഒരു പാർട്ടി പ്രവർത്തകനാണെന്നും കോൺഗ്രസ് പ്രവർത്തകർക്ക് താൻ കാരണം തലകുനിക്കേണ്ടി വരില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ചത് പഴയ ശബ്ദ സന്ദേശമെന്ന് ട്രാൻസ് വുമൺ അവന്തിക. രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയരുന്നതിന് മുൻപ്
മുൻപ് ഓഗസ്റ്റ് 1 ശബ്ദ സന്ദേശമാണിത്. ഇതേ മാധ്യമ പ്രവർത്തകനോട് തന്നെയാണ് പിന്നീട് താൻ എല്ലാം തുറന്നു പറഞ്ഞതെന്നും അവന്തിക പറഞ്ഞു. ആ സമയങ്ങളിലെല്ലാം തുറന്നു പറയാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല താൻ. ആരോപണങ്ങളിൽ രാഹുലിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നീതി പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുമെന്ന് അന്ന് അവന്തിക പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിയുകയായിരുന്നു. പഴയ ശബ്ദ സന്ദേശം ഇപ്പോൾ കൊണ്ടുവന്ന് ഒരു വാദം നടത്തേണ്ട ആവശ്യമില്ലെന്നും അവന്തിക പ്രതികരിച്ചു. ഗൂഢാലോചനയുടെ ഭാഗമാണ് അവന്തികയുടെ ആരോപണമെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. എന്തുകൊണ്ടാണ് ടെലഗ്രാം വഴി നടത്തിയ ചാറ്റുകളെ പറ്റി രാഹുൽ പറയാത്തതെന്നും താൻ ആരുമായും ഗൂഢാലോചന നടത്തിയിട്ടില്ലെന്നും അവന്തിക പറയുന്നു. ഓഗസ്റ്റ് 1 മുൻപ് നിരന്തരമായി രാഹുലുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ പഴയ ശബ്ദ സന്ദേശമല്ലാതെ മറ്റുള്ള ചാറ്റുകൾ എന്താണ് രാഹുൽ പരസ്യമാക്കാത്തത്? വാനിഷ് മോഡിലാണ് രാഹുൽ മെസ്സേജ് അയക്കുന്നത്. ഒരിക്കൽ മെസ്സേജുകൾ കണ്ടാൽ പിന്നീട് അത് കാണാൻ കഴിയില്ല. രാഹുൽ ഇപ്പോൾ ശബ്ദ സന്ദേശങ്ങൾ നിർത്തുന്നത് ഈ ധൈര്യത്തിന്റെ പുറത്താണെന്നും അവർ പറഞ്ഞു. മാധ്യമ പ്രവർത്തകനുമായി ഗൂഢാലോചന നടത്തിയതിന്റെ ഭാഗമായാണ് അവന്തിക ആരോപണങ്ങൾ ഉന്നയിച്ചതെന്ന രാഹുലിന്റെ വാദത്തെ എതിർത്തുകൊണ്ടായിരുന്നു അവന്തികയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.